ഏറെ സങ്കടകരമായ വാർത്തയാണ് ദിവ്യ. വിവരങ്ങളാണ് നൽകിയത്. ഇപ്പോൾ അനൌദ്യോഗിക വിവരം അനുസരിച്ച് വിനേഷ് ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി മുഴുവൻ സൈക്ലിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അവസാനം മുടി പോലും മുറിക്കാൻ തയ്യാറായി എന്നുള്ള ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ സങ്കടകരമായ നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എതിരാളികളോട് മാത്രമല്ല ഗോദയിൽ വിനേഷ് ഫോഗട്ടിനെ പടപൊരുതേണ്ടി വന്നത്. ഒരു സിസ്റ്റത്തോടൊന്നാകെ പടപൊരുതിയാണ് അവർ ഈ ഇവിടെ വരെ എത്തിയത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇതെങ്ങനെ സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ ഗൂഢാലോചന നടന്നുവെന്ന ആരോപണം വരികയാണ്. ഗൂഢാലോചനയുടെ ഇരയാണ് വിനേഷ് എന്ന ബോക്സർ വിജേന്ദർ സിംഗ് പറഞ്ഞു. പാർലമെന്റിൽ പ്രതിപക്ഷം വിനേഷ് ഫോഗട്ടിന്റെ ചിത്രം ഉയർത്തി പ്രതിഷേധിച്ചു. വിഷയത്തിൽ കായിക മന്ത്രി 3 മണിക്ക് പ്രസ്താവന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയുമായി സംസാരിച്ചു. സജു തോമസ് വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. സജു, ഇന്നലെ ഈ ഫൈനലിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയെന്നറിഞ്ഞതോടെ സമൂഹമാധ്യമങ്ങളിൽ ഏറ്റവും ഉയർന്നു വന്ന ചോദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിനേഷ് ഫോഗട്ടിനെ അഭിനന്ദിക്കുമോ, വിനേഷ് ഫോഗട്ടിന് കൈകൊടുക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അവിടെ നിന്നാണ് അവർ ഇവിടെ എത്തിയത്. പക്ഷേ നമുക്ക് ഇന്ന് നിരാശ നൽകുന്ന വാർത്തയാണ് കേൾക്കേണ്ടി വന്നത്. രാജ്യം എങ്ങനെ പ്രതികരിക്കുന്നു? രശ്മ, തീർച്ചയായിട്ടും എന്തായാലും രാജ്യത്തിനാകമാനം സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ടിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അല്ലെങ്കിൽ അയോഗ്യയാക്കി എന്നുള്ളൊരു വാർത്ത ഇന്ന് രാവിലെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സ്ഥിരീകരിക്കുന്ന വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അടക്കമുള്ള വലിയ വിമർശനം ഉയർത്തിയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്ഥിരീകരിക്കുന്ന വിവരമായി മാറിയിരിക്കുകയാണ്. എന്തായാലും വിനേഷ് ഫോഗട്ടിന് നേരിട്ട ഈ ഒരു പ്രശ്നം, അതായത് 100 ഗ്രാം ഭാരം വർദ്ധിച്ചു എന്നതിന്റെ പേരിൽ ഒരു മത്സരത്തിൽ നിന്നും പുറന്തള്ളപ്പെടേണ്ട അവസ്ഥയിലേക്ക് വിനേഷ് ഫോഗട്ട് എത്തിയതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം പ്രതിസന്ധികളെയൊക്കെയും അതിജീവിച്ചു വന്ന ഒരു താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. നേരത്തെ അതായത് ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിന്ന സാഹചര്യത്തിൽ അവരുടെയൊക്കെയും സംരക്ഷണത്തിനു വേണ്ടി, സ്ത്രീകളുടെയൊക്കെയും അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി പോരാടിയ ഒരു താരമായിരുന്നു വിനേഷ് ഫോഗട്ട്. അങ്ങനെ ഇരിക്കെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ആ ഒരു അവരുടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തിൽ രാജ്യം ഒന്നടങ്കം സങ്കടം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാവരും വളരെ വികാരഭരിതമായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ എന്താണ് സർക്കാരിന് വിശദീകരിക്കേണ്ടത്, സർക്കാർ വിശദീകരണം നൽകണം, ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ പ്രതികരിക്കണം എന്നുള്ളൊരു ആവശ്യവുമായി മുൻപോട്ട് വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സങ്കടകരമായ ഒരു വാർത്തയാണ്. വിനേഷ് ഫോഗട്ടിനൊപ്പം നിൽക്കുന്നു. രാജ്യത്തിന് സങ്കടമായി വിനേഷ് ഫോഗട്ടിന്റെ ഈ വാർത്ത മാറിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി സജു, ഇത്തരം സന്ദർഭങ്ങളിൽ അപ്പീലിനുള്ള സാധ്യതകളൊക്കെ എത്രത്തോളമായിരുന്നു? അതിനുവേണ്ടിയൊക്കെ നമ്മൾ ശ്രമിച്ചിരുന്നു. എന്താണ് വിവരം? രേഷ്മ, ഈ സാഹചര്യങ്ങൾ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഏതൊരു ഒളിമ്പിക്സിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെയും നിലനിൽക്കുകയാണ് വിനേഷ് ഫോഗട്ടിന് ഇപ്പോൾ ഈ ഒരു വിലക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത്. നേരത്തെ ഈ ഡോപ്പിംഗിലടക്കമുള്ള കാര്യങ്ങളിൽ, ഇത്തരത്തിലുള്ള മരുന്ന് ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങൾ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ മുൻപ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഈ ഒരു ഭാര പരിശോധനയിൽ സ്ഥിരമായിട്ട് എന്നും രാവിലെയും രാത്രിയും ചെയ്യുന്ന ഭാര പരിശോധനയിലാണ് 100 ഗ്രാമിന്റെ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇനിയിപ്പോൾ ഒരു നടപടി എന്ന വണ്ണം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഒരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, പരാതിയൊക്കെയും നൽകിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും അതിന് അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഒളിമ്പിക്സ് അസോസിയേഷൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തായാലും ഒരു പുനർവിചിന്തനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും അതിനുള്ള കാരണം മുൻപും സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ എന്തായാലും ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഒരു സംഭവമായിട്ടാണ് ഇത് മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു കായിക താരങ്ങളൊക്കെയും
ഇതിനെ കാണുന്നത്. എന്നാൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ധാരാളം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെയും അതിജീവിച്ചു വന്ന ഒരു കായിക താരമാണ് വിനേഷ് ഫോഗോട്ട്. അങ്ങനെ ഇരിക്കെ വിനേഷ് ഫോഗോട്ട് നേരിട്ട ഈ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ അവരെ അയോഗ്യരാക്കപ്പെട്ടത് വലിയ ഒരു വിഷമമായ രാജ്യത്തെ ഓരോ 142 കോടി ജനങ്ങളുടെയും ഉള്ളിൽ വിങ്ങുന്ന ഒരു അനുഭവമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം പാർലമെന്റിന് പുറത്തും ഈ വിഷയം ഉന്നയിച്ചെങ്കിലും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ ഒരു ഔദ്യോഗിക കത്ത് മുഖേന ഇപ്പോൾ അവരെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അവരിപ്പോൾ പാരീസിൽ നിർജ്ജലീകരണത്തെ തുറന്ന് ആശുപത്രിയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ സുവർണ്ണ പ്രതീക്ഷകളാണ് അസ്തമിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു സ്വർണം നേടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു രാജ്യം. അങ്ങനെ ഇരിക്കെ അവരെ അയോഗ്യരാക്കപ്പെട്ടപ്പോൾ വിനേഷ് ഫോഗോട്ടിന്റെ അയോഗ്യത രാജ്യത്തിന്റെ വേദനയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതിന്റെ ഒരു ബാക്കി പത്രം എന്ന വണ്ണം മറ്റു മത്സരങ്ങളിൽ എന്താകുമെന്നുള്ള സ്ഥിതി ഇനിയിപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്ത്യക്ക് ഒരു വലിയ രീതിയിൽ മെഡൽ പ്രതീക്ഷ ഉള്ള ഒരു ഇനമായിരുന്നു വിനേഷ് ഫോഗോട്ടിന്റെ ഗുസ്തി. അതുകൊണ്ട് തന്നെ ഇതിൽ ഇനിയിപ്പോൾ എന്താകും എന്നുള്ളതിൽ ആശങ്കകൾക്ക് അതീതമായി തന്നെ വിനേഷ് ഫോഗോട്ട് പുറത്താക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ രാജ്യത്തെയും അതുപോലെ ലോകത്തെയും ഞെട്ടിച്ചിരിക്കുന്നത്. രേഷ്മ, അങ്ങേയറ്റം നിരാശ നൽകുന്ന വാർത്തയാണ്. വിനേഷ് ഫോഗട്ട് അയോഗ്യയാക്കപ്പെട്ടിരിക്കുന്നു. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ അയോഗ്യത വന്നിരിക്കുന്നു. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. 100 ഗ്രാം അധിക ഭാരം കണ്ടെത്തി. വിവരങ്ങളാണ് സജു നൽകിയത്.